ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു 4-വീലർ, അതായത് കാറ്. അത് നമ്മൾ ഇന്ന് സ്വന്തമാക്കിയിരിക്കുകയാണ്. വണ്ടി വന്നു വേണ്ടേ? അപ്പൊ തന്നെ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നേടിയെടുത്തല്ലോ. അതെ, അതാണ് എൻ്റെ സന്തോഷം. നമ്മുടെ ചിന്നപ്പൻ ചിന്ന നമ്മുടെ വണ്ടി കണ്ടോടാ. എങ്ങനെയുണ്ടോ വണ്ടിക്കകത്ത് ഇരുന്നിട്ട്? ഹാപ്പിയായല്ലേ? പറയാറ് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇതിലിപ്പോൾ ഇരുന്ന് പോകാനായിട്ട്. ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇന്ന് സഫലമായിരിക്കുന്നത് കേട്ടോ. അത് നടക്കത്തില്ലെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഇനി നമ്മളെ കൊണ്ടൊക്കെ പറ്റുമോ ഇല്ലെന്ന്. പക്ഷെ ഇന്ന് നമ്മൾ പറ്റിയിരിക്കുകയാണ്. കേടിങ്ങമ്മയുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കണ്ണപ്പൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം ദാസപ്പൻ. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നം ഇന്ന് നടക്കാനായിട്ട് പോവാണ്. ഞങ്ങളുടെ സ്വപ്നം, അതായത് ചെറുപ്പം മുതലുള്ള ഒരു സ്വപ്നമായിരുന്നു, അതായത് ഒരു ആഗ്രഹം. അതിന് സഫലമാകാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ കുറച്ച് ദിവസം ഓട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇന്ന് നമുക്ക് ആ സാധനം നമ്മുടെ കൈകളിലേക്ക് കിട്ടാൻ വേണ്ടി പോവാണ്. കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഒരു കാറ് വാങ്ങണം എന്നുള്ളത്. അപ്പൊ ഇതിനുവേണ്ടി ഞങ്ങൾ കുറെ ഓടിയിട്ടുണ്ട്, പക്ഷെ ഇതുവരെയായിട്ട് നടന്നിട്ടൊന്നുമില്ല. ഇന്ന് നടക്കാനായിട്ട് പോവാണ്. ഞങ്ങളൊരു കാറില്ലാതെ കുറെ ബുദ്ധിമുട്ടിട്ടുണ്ട് അല്ലേടാ? കുറെ എന്ന് പറഞ്ഞാൽ കുറെ ഞങ്ങൾ ബുദ്ധിമുട്ടിട്ടുണ്ട്. എവിടെയും പോകാൻ പറ്റാതെ നമ്മൾ കുറെ പരിപാടിയൊക്കെ ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ട്. പിന്നെ മാക്സിമം നമുക്ക് പറ്റുന്ന സ്ഥലത്തെല്ലാം ഞങ്ങൾ ട്രിപ്പിൾ അടിച്ചാണ് പൊക്കോണ്ടിരുന്നത്, വണ്ടി ഇല്ലാത്ത കൊണ്ട് മാത്രം. അപ്പൊ ഇപ്പൊ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് മാറാൻ വേണ്ടി പോവാണ്. ഇനി സ്വന്തമായിട്ടൊരു കാറ് വരാൻ പോകണേ, ഞങ്ങൾക്ക് കിടന്നു ഇരുന്ന് എല്ലാം പോകാനുള്ള സൗകര്യമാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഏതൊരു മിഡിൽ ക്ലാസ്സുകാരന്റെ ആഗ്രഹം ചോദിച്ചാലും അതിലൊരു കാറ് കാണും. അതേപോലെ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു കാറ്. അതായത് ചെറുപ്പം മുതലേ നമ്മുടെ വീട്ടിൽ ആകെ ഒരു സ്കൂട്ടറേ ഉള്ളായിരുന്നു. പണ്ട് ഞങ്ങൾക്ക് ആദ്യം മേടിക്കുന്നത് സ്കൂട്ടറാണ്. പിന്നെ അത് കഴിഞ്ഞ് അച്ഛൻ പിന്നെ ഒരു ഓട്ടോ മേടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ അതേ ഉള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ യൂട്യൂബ് തുടങ്ങി കഴിഞ്ഞ ശേഷമാണ് നമ്മളൊരു ബൈക്ക് മേടിക്കുന്നത്. ആ ബൈക്ക് ഇപ്പം മേടിച്ചിട്ട് ഇപ്പം ആ ബൈക്കിനേക്കാളും കൂടുതൽ, അതായത് അതിനേക്കാളും അത് മേടിച്ച പൈസയേക്കാളും കൂടുതൽ പെറ്റിയായപ്പോഴത്തേനും ഞങ്ങൾ ആ വണ്ടി കയറ്റി വെച്ചിട്ട് പിന്നെ ഞങ്ങൾ കണ്ണൻ്റെ കല്യാണത്തിനൊരു എൻഡോർക്ക് എടുത്തു. അപ്പോൾ അത് എല്ലാം നമ്മളെ സ്വന്തമായിട്ട് തന്നെ നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് അതെല്ലാം. അതേപോലെ തന്നെയായിരുന്നു നമുക്കൊരു കാറ് മേടിക്കണം. അപ്പോൾ ഇപ്പോൾ ഈ കാറ് മേടിക്കാനുള്ളതിൻ്റെ പ്രധാന 2 കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് എൻ്റെ കല്യാണം വരുവാണ്, പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞായി. അപ്പം ഇപ്പം എന്തായാലും കല്യാണം വരുമ്പോഴത്തേനും ഒരു ബൈക്ക് എടുക്കണമെന്നുള്ള പ്ലാനായിരുന്നു. പിന്നെ ഞങ്ങളത് അങ്ങോട്ട് കുറച്ച് ചർച്ചയെല്ലാം ചെയ്തപ്പോൾ അത് നേരെ കാറിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞിന് ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ആണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞാലും ഇപ്പോൾ അങ്ങോട്ട് എറണാകുളമല്ല കുമ്പളങ്ങി പോകാനുള്ള നല്ല ദൂരമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കിയപ്പോഴത്തേനും ഇപ്പോൾ ബൈക്ക് എടുക്കുന്നത് ഒരു നഷ്ടക്കേസാണ്. നമുക്കിപ്പോൾ ഒരു കാർ അത്യാവശ്യമായിട്ടൊരു സമയമായപ്പോഴത്തേന് നമുക്കത് കറക്റ്റ് ടൈം ആയപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ വന്നു. ചില സമയത്ത് കാറൊക്കെ നമ്മൾ പലരോടും ചോദിച്ചിട്ടുണ്ട്, ചില അത്യാവശ്യ കാര്യങ്ങൾ അവർ പല എക്സ്ക്യൂസൊക്കെ പറഞ്ഞ് നമ്മളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് അറിയത്തില്ല, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ സുബിനുണ്ട് കേട്ടോ നമ്മുടെ ഇവിടുത്തെ. സുബിൻ എന്താ പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. അതെ, ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. അതെ, ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നടത്ത് പോകായിരുന്നില്ലടാ, ഞങ്ങൾക്ക് ഇന്നടത്ത് പോരായിരുന്നില്ലടാ. ചില ദൂര സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ട്രെയിനിലാണെങ്കിൽ ട്രെയിനേലും ഞങ്ങളല്ലേ ബസ്സില് അല്ലെങ്കിൽ ഈ ബൈക്കില് എല്ലാം ലോറിയിലൊക്കെ കയറി അങ്ങ് പോകും. ഞങ്ങൾ പാണ്ടി ലോറിക്ക്. അതെ അതെ, അതുമല്ല നമ്മൾ 3 പേര് ബൈക്കിലൊക്കെ പോകുമ്പോഴത്തേനും നമ്മൾ ഒരു കാറൊക്കെ ഫ്രണ്ടിൽ കൂടെ വരുമ്പോഴത്തേനും നമ്മൾ പറയത്തില്ലേ നമുക്കൊരു കാർ ഉണ്ടായിരുന്നു, നമുക്ക് ഇത്ര ബുദ്ധിമുട്ടുള്ള ആവശ്യമില്ല. പക്ഷെ നമ്മൾ സ്കൂട്ടറിന് ഒത്തിരി സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടല്ലേ, ആ സ്കൂട്ടർ കൊണ്ട് പോകാത്തായിട്ടില്ല. അതെ ഇല്ല. അപ്പം ഇനി ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇനി ഇല്ല. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ വാഗമണാണുള്ളത് കേട്ടോ. ഞങ്ങൾ രാവിലെ പോയിട്ട് കാറൊക്കെ വാങ്ങിയായിരുന്നു. അതിന്റെ വീഡിയോ ദേണ്ട വരുന്നുണ്ട്, നിങ്ങൾ ഓടിച്ചു വിടാതെ കണ്ടു. അതുപോലെ തന്നെ എനിക്ക് കാറുമായിട്ട് ഇനി വീട്ടിൽ പോകണം. അപ്പോൾ നിങ്ങൾ എന്തായാലും ആദ്യം തൊട്ട് വീഡിയോ കണ്ടിട്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ആഗ്രഹം ഇത്രയും നാളും നല്ല വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ആഗ്രഹം ഒരു മിഡിൽ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു 4-വീലർ, അതായത് കാറ്. അത് നമ്മൾ ഇന്ന് സ്വന്തമാക്കിയിരിക്കുകയാണ്. അതെ അതെ, നമ്മുടെ വണ്ടി ഇപ്പൊ വരും നമ്മുടെ വണ്ടി. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ വരും. നിങ്ങളെ കാണിച്ചു തരാം നമ്മുടെ വണ്ടി ഏതാണ് കേട്ടോ. ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു വണ്ടിയാണ് കേട്ടോ. അതെ, ഞങ്ങൾ ട്രിപ്പിൾ അടിച്ചാണ് എല്ലായിടവും പോകുന്നത്. അതെ അതെ, ഞങ്ങളാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് കേട്ടോ. പലയിടത്തും പല ഇതിൽ ഞങ്ങൾ ബുദ്ധിമുട്ടുണ്ട് ഒരു കാറില്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി തേണ്ട വരുവാണ് കേട്ടോ. ഇല്ലടാ, അങ്ങോട്ട് നോക്ക് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന വണ്ടി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ അമ്പലത്തിന്റെ ഫ്രണ്ട് വെച്ചാണ് വണ്ടി നമുക്കിപ്പോൾ തരാനായിട്ട് പോകുന്നത്. അപ്പോൾ സെലേറിയാണ് വണ്ടി കേട്ടോ. സെലേറി 2014 മോഡലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അജിംബ്രോയാണ് നമുക്ക് വണ്ടി സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പൂഞ്ഞാറ്, എവിടെ ബ്രോ? കോട്ടയം ജില്ല പാലക്കടുത്ത് പൂഞ്ഞാറാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ വണ്ടി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ബ്രോയാണ് നമുക്ക് വണ്ടി സെറ്റ് ചെയ്യുന്നത്. ആദ്യമേ നമ്മൾ 2-3 വണ്ടി നോക്കിയായിരുന്നു ബ്രോയുടെ. അപ്പോൾ അതെല്ലാം ലോണിൻ്റെ ഇതൊക്കെ വന്നപ്പോൾ കുറച്ച് ലാഗായിരുന്നു. അപ്പോൾ ഈ വണ്ടി വരുന്നതിന് മുമ്പ് തന്നെ
ബ്രോ നമ്മളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ ഡയറക്റ്റ് വന്ന് കണ്ട് ഈ വണ്ടി വന്നപ്പോൾ തന്നെ വന്ന് കാണുന്നത് ഞാൻ തന്നെ അല്ലേ ബ്രോ? പരസ്യം പോലും ഇട്ടില്ലേ? ഇല്ല, ഒന്നും ഇട്ടില്ല പുള്ളി. നമ്പർ എൻ്റെ ഉണ്ടായിരുന്നു, ഞാൻ വിളിച്ച് കോൺടാക്ട് ചെയ്തു, കാര്യം പറഞ്ഞു. അപ്പോഴേ പുള്ളി ഒരു ബസ്സിൽ കയറി ഇങ്ങോട്ട് വന്നു. അതെ, അവിടെ നിന്ന് പോകുന്നത് വേണ്ട. ഇപ്പോൾ വണ്ടിയെല്ലാം ഓക്കെ, നമ്മുടെ ലോണും കാര്യം എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. പറഞ്ഞു ഒരു 5 ദിവസം കൂടുതൽ മാറിപ്പോയി. അതെ, അത് കുഴപ്പമില്ല, നമ്മൾ വണ്ടി കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ നമ്മുടെ ഇനി അടുത്ത ചടങ്ങെന്ന് പറഞ്ഞാൽ ഇനി വണ്ടി പോയി നമുക്ക് കൈമാറാൻ വേണ്ടി പോവാണ്. എഴുതണം. നിന്നെപ്പുണ്ട് ഇതിനാണെ ഉൾപ്പെടെ നമ്മൾ 2ാം സാക്കിയാക്കിയിട്ടേക്കാണ്. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ കൈമാറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതുമായിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. താക്കോലും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ദാസപ്പനാണ് ഇവിടെ ഡ്രൈവ് ചെയ്യുന്നത്. ഗൈസ്, അപ്പോൾ നമ്മളിത് നമ്മുടെ സ്വന്തം കാറിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കാറ് വാങ്ങണം എന്നുള്ളത്. അത് ഇപ്പോഴാണ് സഫലമായിരുന്നില്ലടാ. അതെ, അപ്പോൾ നമ്മുടെ സ്വപ്നം ഇങ്ങനെ നടന്നിരിക്കുകയാണല്ലേ? അതെ അതെ അതെ. ഐശ്വര്യമായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ. സ്റ്റാർട്ട് ചെയ്യ്. നമ്മുടെ വണ്ടിയിൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ കുറേ ഞങ്ങൾ ബുദ്ധിമുട്ടിട്ടുണ്ട് കേട്ടോ. ഒരു കാറില്ലാതെ ഞങ്ങൾ കുറേ ബുദ്ധിമുട്ടുണ്ട്. ചിലയിടത്തൊക്കെ ഞങ്ങൾ ട്രിപ്പിൾ കെ അടിച്ചാൽ പോകുന്നില്ല. ചിലയിടത്തോ ചിലയിടത്ത് എല്ലാവരും ട്രിപ്പിൾ കെ അടിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. ഒത്തിരി ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇന്ന് സഫലമായിരിക്കുന്നത് കേട്ടോ. അത് നടക്കത്തില്ലെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇനി നമ്മളെ കൊണ്ടൊക്കെ പറ്റുമോ ഇല്ലെന്ന്. പക്ഷെ ഇന്ന് നമ്മൾ പറ്റിയിരിക്കുകയാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളൊരു കാറ് നേണ്ട മേടിച്ചിരിക്കുകയല്ല. അതെ, മേടിച്ച് നമ്മൾ എങ്ങനെയുണ്ട് ഓടിച്ചിട്ട്? ഇപ്പം ഒരു ടെൻഷൻ ഇല്ലല്ലോ. ഇത് നമ്മുടെ കാറ്, അതാ പറഞ്ഞത്. കാണിക്കാലോ. അതാ, നമ്മൾ സ്വന്തമായിട്ട് മേടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇതുണ്ട്. നമ്മൾ പല ആൾക്കാരുടെ കാറ് വാങ്ങി നമ്മൾ ഓടിച്ചിട്ടുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്, റെന്റിനെടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഉള്ളിലൊരു ഭയമുണ്ടല്ലോ. ഭയമല്ല, നമുക്കൊരു ഇതുണ്ട്. നമുക്കിപ്പം ഫുള്ള് ഫ്രീ ആയി, നമ്മുടെ സ്വന്തം കാറല്ലേ. ഇനി ഒന്നും പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. ഞങ്ങൾ കുറേ ആഗ്രഹിച്ചാണ് നടന്നത്. ഇനി ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്നത് ഇനി വീട്ടിലുള്ള എല്ലാവരും ആയിരിക്കും കേട്ടോ. അവിടെ ഇനിയും കൊണ്ടുചെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ആദ്യത്തെ വീട്ടിലെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചേതക്കായിരുന്നു, ഒരു സ്കൂട്ടറായിരുന്നു, ചേതക്കായിരുന്നു. അച്ഛൻ ഞങ്ങളെ പേടിച്ച് പിന്നെ അത് വിൽക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെറുപ്രായത്തിൽ ചേതക്കൊക്കെ ഓടിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിട്ടൊരു ഓട്ടോ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു ബൈക്ക് വാങ്ങി, പിന്നെ നമ്മളൊരു സ്കൂട്ടർ വാങ്ങി, പിന്നെ ഇപ്പോൾ ഒരു കാറ് മേടിച്ചേക്കുവാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ അവിടെ വെച്ച് കാർ ഏതാണെന്നൊന്നും പറയാൻ പറ്റിയില്ല. ഇതാണ് നമ്മുടെ കാറ്, സെലേറിയോ അല്ലടാ? സെലേറിയോ 2014 മോഡലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതെ അതെ. അപ്പോൾ നമ്മുടെ വണ്ടിയെല്ലാം ഓക്കെ ആയതുകൊണ്ട് അതെ, സെക്കൻഡാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ യൂസ്ഡ് കാറാണ് എടുത്തിരിക്കുന്നത്. നമുക്കിപ്പം ഇതിപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മളിപ്പോൾ ഒരു വണ്ടി എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കൊണ്ട് ഒരു 2-3 വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പുതിയ ഒരെണ്ണം നമ്മൾ എടുക്കും. നമ്മളൊരു 7 സീറ്റർ നോക്കി വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ വരും കാലങ്ങളിൽ എടുക്കുന്നതാണ്. എന്തായാലും ചാടിക്കയറി എടുക്കുന്നില്ല. നമ്മളെ കൊണ്ട് ഇപ്പോൾ പറ്റുന്ന രീതിയിൽ നമ്മൾ തന്നെ ഇപ്പോൾ ഒരു വണ്ടി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ സൂപ്പറാണ് വെള്ളം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? പിന്നെ ഒരു വെള്ളം ഇല്ല, ഇതിനകത്തില്ല, വരത്തില്ല. അതെ, ഇവിടെ ഭയങ്കര കൊതുക് കേട്ടോ. നമ്മുടെ വണ്ടിയാണെങ്കിൽ അവിടെ കിടപ്പുണ്ട് കേട്ടോ. ഞങ്ങളിത് വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ വന്നേ, തണലുള്ളൊരു സ്ഥലം നോക്കി വന്നതാണ്. ഇതവിടെ നിന്ന് കരിഞ്ഞോണ്ടിരിക്കുക കേട്ടോ. ഇനി ഞങ്ങൾ എന്തായാലും വാഗമണ്ണ് പോകാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ട്. അപ്പം വാഗമണ്ണായി കയറ്റം കയറി കഴിഞ്ഞാൽ വാഗമൺ ഇത് അലക്കലിന് പറ്റിയല്ലേ? ശരി ശരിയല്ലേ? ഇനി ഞങ്ങൾ നേരെ വാഗമണ്ണിലോട്ട് പോകാം കേട്ടോ. കയറി 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 സാറേ, ഒന്ന് സാറേ. ആ സാറേ, സാറേ തുറന്നേ. വാഗമണ്ണ് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ വണ്ടിയല്ല വേറൊരു വണ്ടി നോക്കാൻ വേണ്ടി വന്നായിരുന്നു ഇവരുടെ ഇടയ്ക്കല്ലേ. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വാഗമണ്ണ് വന്നായിരുന്നു. പക്ഷേ ഞങ്ങൾ വന്നപ്പോഴത്തേന് ഇരുട്ടായി പോയില്ലടാ. ഇവിടൊക്കെ ആയപ്പോൾ സന്ധ്യയായല്ലേ. സന്ധ്യ എന്ന് പറഞ്ഞാൽ ഒരു 6 മണി ഒക്കെ ആയി ഈ ഒരു ഭാഗത്ത് വന്നപ്പോഴത്തേന്. അപ്പോഴത്തേന് ഇരുട്ടായി പോയി. ഞങ്ങൾ പിന്നെ വാഗമണ്ണ് വന്നപ്പോഴത്തേന് വാഗമണ്ണ് എത്തിയപ്പോഴത്തേന് ഫുൾ ഇരുട്ടായി പോയി കേട്ടോ. ഇരുട്ടും മഞ്ഞും എല്ലാം ആയി. ആകെ ഞങ്ങൾ പിന്നെ പെട്ടുപോയി. പിന്നെ ഒന്നും കാണാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ വേണ്ട പിന്നെ വീണ്ടും വരുവാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ വേണ്ട ഒരു വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാഗ് കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതായത് സ്ഥലമാണോ? അത് പാറക്കുന്ന്. അതെ, ഗൈസ്, അപ്പോൾ നമ്മളിത് കൊണ്ട് അവിടാണ് നമ്മൾ വണ്ടി ഇട്ടത് കേട്ടോ. ഇപ്പോൾ നമ്മളിത് നമ്മുടെ ചെറുക്കനെ കൊണ്ട് നമ്മൾ ഇവിടത്തേക്കുമാണ്. ഇതാണ് ദാസപ്പനാണ്. ഇത് തന്നെ വണ്ടി തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അവന് കണ്ടിട്ടും മതി വരുന്നില്ല വണ്ടി. നമ്മുടെ സ്വന്തം വണ്ടിയിലാ. അതെ, എത്രയോ പേരുടെ വണ്ടി നമ്മൾ നോക്കി കൊതിച്ചിട്ടുണ്ട്. അതെ അല്ലേണ ഗൈസ്? അപ്പം ഞങ്ങളുടെ വണ്ടിയാണ് ഞങ്ങൾ കണ്ടിട്ടും മതി വരുന്നില്ല കേട്ടോ. ഓരോ ജംഗ്ഷനിൽ കൊണ്ട് ഇങ്ങനെ നിർത്തിയിട്ട് ഞങ്ങൾ വണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഒരു ചെറിയൊരു കാറായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് ഇത് വലിയൊരു ടിപ്പറായത്. അതെ, ടോറുള്ള നാട്ടുകാരൊക്കെ വിചാരിക്കുന്നുണ്ട് 3 പിള്ളേർ ഓരോ വളവത്ത് കൊണ്ട് വണ്ടി ഇട്ടിട്ട് നോക്കി ടയർ നോക്കുന്നു, സൈഡ് നോക്കുന്നു. മലയാളം ഉണ്ടാക്കിയതുകൊണ്ട് അത് നിൽക്കുന്നുണ്ട്. എന്താടാ മേഘം തോന്നുന്നു.
എന്തിന് ഓ മലയാളം ഗൈസ് ഇവിടെ നല്ല AC ഉണ്ട് കേട്ടോ. AC കമ്പാർട്ട്മെന്റ് ആണ്. നല്ല AC ഉണ്ട് കേട്ടോ. പാറയൊക്കെ നല്ലപോലെ തണുത്തിരിക്കുകയാണ് കേട്ടോ. അതെ അതെ ഇളം കാറ്റ് വീശുന്നു ഗൈസ്. അപ്പം ഇതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ കേട്ടോ. ഇനി നമുക്ക് ഇനി നേരെ മണ്ടക്കോട്ട് പോയി ഇനി നല്ല കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ് വാഗമണ്ണൊക്കെ. ഞങ്ങൾ ചുമ്മാ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ വണ്ടി എടുത്തോണ്ട് പിന്നെ നേരെ ഇങ്ങോട്ട് വരും അല്ലേ? വണ്ടി എടുത്ത് നമ്മള് ഇതിന് താഴെ തന്നെ. അതെ ഇത് ഇങ്ങോട്ട് തിരിയുന്നതിന് അപ്പുറത്ത് ഒരു 2 കിലോമീറ്റർ മാറി. അതപ്പോൾ നമ്മൾ ഇങ്ങോട്ടൂടെയും കയറാന്ന് വിചാരിച്ചു. അതെ അതെ പുലി 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 പുലിയുടെ മുഖം കണ്ടോ? വണ്ടി ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിൽ ആരാന്ന് എനിക്ക് അറിയത്തില്ല. ആരാ എക്സൈസുകാരാ മൊത്തം. അപ്പോൾ ഞങ്ങൾ ഏകദേശം കുറച്ച് ദൂരമൊക്കെ ഞങ്ങൾ കറങ്ങി കേട്ടോ. ഇനി നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെല്ലാവരും കാത്തിരിക്കും കേട്ടോ വണ്ടി കാണാനായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോയല്ലടാ. ഞങ്ങളിങ്ങനെ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ വണ്ടിയുടെ ലുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമല്ലടാ. ഇവിടെ എല്ലാം നോക്കിയിട്ട് അങ്ങോട്ട് ഭംഗി അങ്ങോട്ട് കൂടും എല്ലാം അങ്ങോട്ട് കുറയുന്നില്ല അല്ലാണ്. അതെ സാറേ ഈ ഒരു സ്പോട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും ഒരു സിനിമയ്ക്കകത്ത് കണ്ടുകൊണ്ടേ പറയണേ. എൻ്റെ ഈ കാണുന്ന സ്പോട്ട് നിങ്ങൾ കണ്ടുകൊണ്ടേ പോണോടെ. ഇത് ഏതെങ്കിലും ഒരു സിനിമയ്ക്കകത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. ആരെ കറക്റ്റ് ഉത്തരം പറയാൻ നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വേണ്ട വീട്ടിലേക്ക് പോകാനായിട്ട് പോവാണ്. വീടിന് തൊട്ടടുത്തുണ്ട്. അച്ഛനും അമ്മയും രേഷും ഒക്കെ വീട്ടിൽ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പോകാം പോകാം ഓക്കെ. നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. വാഗമണ്ണിൽ ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ പോകുന്നു കേട്ടോ. നമ്മൾ നമ്മുടെ വഴിയിലൂടെ നമ്മൾ പോവാണ് നമ്മുടെ കാറുമായിട്ടില്ലടാ. സന്തോഷം. നമ്മൾ ഈ സന്തോഷമായി വീട്ടിലേക്ക് പോവുകയാണ്. ഇനി അവരിത് കാണുമ്പോഴത്തേ ഏറെ സന്തോഷമാകും. അപ്പോൾ നമ്മളിത് ആ ഒരു വളവൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ചെല്ലും. ഇപ്പം അച്ഛനും അമ്മയൊക്കെ അവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നേരെ വരുമെന്ന് കേട്ടോ. വലിയ ബിൽഡപ്പൊക്കെ കൊടുത്ത് ഇറങ്ങിയത് ആരും വന്നില്ല കേട്ടോ. അവരത് വരുന്നുണ്ട്. വാ വാ. മോൻ്റെ വണ്ടി വന്ന്. മോൻ്റെ വണ്ടി വന്ന് വരുന്ന മോനെ. തോടെ ചെന്ന് നോക്ക്. അച്ഛനെന്തേ വേണ്ട വന്ന് വണ്ടി വന്നു വേണ്ടേ? ചെന്ന് നോക്ക് വേണ്ടേ? വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി നോക്കാതെ ചെറുക്കനാണെ പ്രശ്നത്തിനാ കേട്ടോ. ഇവനൊന്നും അറിയുന്നില്ല. എങ്ങനെയുണ്ടാവേ? എന്തോ പറ എങ്ങനെയുണ്ടെന്ന്. കുറേ നാളത്തെ ആഗ്രഹം. അമ്മ ആശുപത്രി കിടന്നപ്പോഴേ എന്നെ പല പ്രാവശ്യവും നിങ്ങൾ വണ്ടിയല്ല കൊണ്ടുപോയത്, കാറേല്. എനിക്ക് അങ്ങനെ പോകാൻ പറ്റത്തുള്ളായിരുന്നു. പിന്നെ നമ്മുടെ കൈ വയ്യാഞ്ഞത് കൊണ്ട്. അപ്പൊ നമ്മളിങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ കുറെ പേര് നമ്മളെ ഇങ്ങോട്ട് പോകുന്നു അങ്ങനെയൊക്കെ. നമ്മുടെ സാഹചര്യം കൊണ്ടാണ് നമ്മൾ അന്ന് കൈ വയ്യാഞ്ഞപ്പം പൊടിയൊക്കെ തട്ടും ബസ്സിൽ കയറാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ വണ്ടി വാടകയ്ക്ക് എടുത്ത് പോയത്. നമ്മളെ സഹായിച്ച ഒരുപാട് പേര്. പക്ഷെ അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മളെ കളിയാക്കുകയും ചെയ്തു ഇല്ലേ. പിന്നെ അന്ന് തൊട്ട് നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കാൻ നിങ്ങൾ തുടങ്ങി. അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം നേടിയെടുത്ത് എനിക്ക് നിങ്ങളുടെ സന്തോഷം എൻ്റെ സന്തോഷം. എനിക്ക് പ്രത്യേകിച്ച് ഒരു സന്തോഷമില്ല. എനിക്കിപ്പോഴും നിങ്ങളുടെ സന്തോഷം എൻ്റെ സന്തോഷം. ഇത്രയേ ഉള്ളൂ. അപ്പം തന്നെ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നേടിയെടുത്തല്ലോ. അതാണ് എൻ്റെ സന്തോഷം. ഹാപ്പി ആയല്ലോ. ഇനി വണ്ടിയിലേക്ക് കറങ്ങാനോ 2 പേർ കൂടെ. നീ അല്ല കറങ്ങിക്കോ, നിങ്ങൾക്ക് വേണ്ടി മേടിച്ചല്ലേ. എപ്പോഴും നമ്മൾ നമ്മുടേതായ ഒരു രീതിയിൽ അല്ല നമ്മുടെ രീതിയിൽ നമ്മളെ ആദ്യം ഉണ്ടല്ലോ വണ്ടിയിലൊക്കെ പോകണമെന്നൊക്കെ. അപ്പോൾ കറങ്ങിയിട്ട് നമുക്ക് കറങ്ങണം ഒരു ദിവസം അല്ലേ. നമ്മളെപ്പോഴും അമ്മ പറയത്തില്ലേ നമുക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഓട്ടോക്കകത്ത് നമുക്ക് തിങ്ങി നൽകി. നമ്മൾ എത്ര വർഷം ഓട്ടോക്കകത്ത് പോയച്ചാ? അതെ അതെ, ഓട്ടോറിക്ഷയ്ക്കകത്ത് പോയാലും ഒരാളെ പിന്നെ പകുതി ശരീരം വെളിയില്ല ഉണ്ണിയുടെ. അതെ, അല്ലെങ്കിൽ അച്ഛനെ എടുത്ത് പുറകിലിരുത്തിയിട്ട് അവൻ തന്നെ വണ്ടി ഓടിക്കും. അതെ, നമ്മൾ പൊക്കോണ്ടിരുന്നത് കുഞ്ഞിന്റെ ഭാഗ്യം. അതെ, നമ്മുടെ ചിന്നയുടെ ഭാഗ്യം. ചിന്ന വന്നപ്പോഴാണ് നമുക്ക് ഓരോന്നും ഇങ്ങനെ അടുത്തോണ്ടിരിക്കുന്നത്. എൻ്റെ ചിന്ന എൻ്റെ അമ്പോറ്റി മോന് ആണ് നമ്മുടെ ചിന്നപ്പൻ. ചിന്ന നമ്മുടെ വണ്ടി കണ്ടോടാ. ചിന്ന വണ്ടി കണ്ടോ? നമ്മുടെ മോൻ്റെ വണ്ടി കണ്ടോ?
അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അതെ, എല്ലാം പെട്ടെന്നായിരുന്നല്ലേ? എല്ലാം പെട്ടെന്ന് ദൈവം അനുഗ്രഹിച്ച് എല്ലാം പെട്ടെന്ന് എല്ലാം സാധിച്ചു തന്നു ഇല്ലേ? ഇനി നമുക്ക് വണ്ടിയിലൊക്കെ ഇറങ്ങാലോ. ഓ, എൻ്റെ കുഞ്ഞിൻ്റെ പേരിടണം വണ്ടിക്ക്. അച്ഛനാണ് വണ്ടിക്കകത്ത് കയറിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ വീട്ടിൽ വന്ന് ഐശ്വര്യമായിട്ട് വണ്ടി എടുത്തിട്ടുണ്ട്. കുഞ്ഞിനാണെങ്കിൽ വണ്ടിയിലിരിക്കുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ, വണ്ടിയിലൊക്കെ പോകുന്നത്. ഗൈസ് അപ്പോൾ വേണ്ടേ നമ്മുടെ അച്ഛനെയും അമ്മയും രേശുവിനെയും കുഞ്ഞിനെയൊക്കെ ആയിട്ട് നമ്മൾ വണ്ടിയിൽ റൗണ്ട് അടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിതേ പോയിട്ടുണ്ട്. അച്ഛനോട് ഇപ്പോഴേ ചോദിക്കുന്നുണ്ട്, അച്ഛനൊരു കുറച്ച് ദൂരം ഒന്ന് ഓടിക്കട്ടെ എന്നിട്ട് ചോദിക്കാം വണ്ടി എങ്ങനെ ഉണ്ടെന്ന്. എങ്ങനെയുണ്ട് അമ്മ വണ്ടിക്കകത്ത് ഇരുന്നിട്ട്? നമുക്കിപ്പോൾ ഒരു സമാധാനം ഉണ്ടല്ലേ നമ്മുടെ സ്വന്തം വണ്ടി പോകുമ്പോഴത്തേനല്ലേ? നമ്മളുടെ വണ്ടിയൊക്കെ റെന്റിനൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ നമുക്ക് ടെൻഷനാ ഇല്ല ചാ? ഇപ്പൊ എങ്ങനെ ഉണ്ടോ? കുഴപ്പമില്ലല്ലേ? വണ്ടി നല്ലോട്ട് ഒതുങ്ങുന്നുണ്ട് കയ്യിലല്ലേ? വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അതെ, ഒരാൾ ഓടിക്കുമ്പോൾ അവർക്ക് ആ വണ്ടി കൈ കിണങ്ങാനൊരു പാടാ. ഇപ്പൊ യാത്ര ലോങ് ട്രിപ്പ് ആയിരുന്നില്ലേ? ഒരു ശബ്ദം നടന്ന പോലെ അല്ലേ? കുഞ്ഞാണെങ്കിൽ ഞാൻ വണ്ടിക്കകത്ത് കയറിയപ്പോൾ ഉറങ്ങിപ്പോയി കേട്ടോ. എങ്ങനെയുണ്ട് വണ്ടി? സൂപ്പർ അല്ലേ? കൊള്ളാമ്പൊളി. കുഴപ്പമൊന്നുമില്ല. വണ്ടി നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ ഒരു പുതിയ അതിഥി. അതെ, രണ്ടാമത്തെ അതിഥിയാണ് ഇന്ന്. ഇപ്പം ഈ വർഷം ഈ മാസം ഈ 2 മാസം വരുന്നത്. അതെ, നമ്മുടെ ചിഹ്നൻ അടുത്ത കാർ. അതെ, നമ്മളിത് ഇവിടെ കൊണ്ട് നമ്മുടെ വണ്ടി നമ്മളിവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ ചാ? എങ്ങോട്ട് ലുക്ക് എങ്ങനെയുണ്ട്? ലുക്ക് കൊള്ളാമോ? നമുക്കൊരു ശകലം ലുക്കൂടൊക്കെ വരുത്തണം. കുറച്ച് പണിയുടെ നമ്മൾ അതൊക്കെ പയ്യെ മതി. ഇനി കുറച്ച് സെറ്റ് ആക്കണം വണ്ടിയിലാ. വളരെ കഷ്ടപ്പെട്ടാണ് നമ്മളിപ്പോൾ ഈ വണ്ടി സെറ്റാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അമ്മയും അച്ഛനും നമ്മുടെ ചേട്ടന്മാരും എല്ലാവരും നമ്മളെ അതോടെ സപ്പോർട്ട് ചെയ്ത്, പിന്നെ നമ്മുടെ ശ്രീക്കുട്ടിയും പിന്നെ നമ്മുടെ ബാബു അച്ഛനും എല്ലാവരും നമുക്ക് വേണ്ട രീതിയിൽ എല്ലാം സപ്പോർട്ട് ചെയ്താണ് നമുക്ക് ഇന്ന് കാർ ഇവിടെ വന്ന് കിടക്കുന്നത് അല്ലേ? അതെ, അപ്പോൾ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതെ, ശ്രീക്കുട്ടി അച്ഛനെ നല്ലപോലെ കഷ്ടപ്പെട്ട, ശ്രീക്കുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട നമുക്ക് ഈ വണ്ടി നേടിയെടുത്ത് തന്നത്. അച്ഛനും എല്ലാവർക്കും നന്ദി പറയാം. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സിബിൽ വെച്ചപ്പോഴത്തേനും എൻ്റെ സിബിൽ പോയായിരുന്നു. ഞാൻ നേരത്തെ എൻ്റെ ഒരു കൂട്ടുകാരനെ സഹായിച്ചതാണ്. പിന്നെ നോക്കിയപ്പോഴത്തേനും ശ്രീക്കുട്ടിയുടെ സിബിൽ വെച്ചപ്പോഴാണ് ഓക്കെ. അതെ അതെ, ഇപ്പോൾ ശ്രീക്കുട്ടിയുടെ പേരിലാണ് നമ്മൾ വണ്ടി എടുത്തേക്കുന്നത്. വണ്ടി EMI ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇനി കുറച്ച് പണികളോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഫ്രണ്ടിലും ബാക്കിലും കുറച്ച് സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടുപേരും കാർ എടുത്തത് വളരെ സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഒരു അത്യാവശ്യ കാറ് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും അസുഖം വരുന്നതെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ നമ്മൾ ആശുപത്രിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഓട്ടോയിലേ പലയിടത്തും പോകാൻ ഈ ഓട്ടോയും കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ എൻ്റെ അമ്മയുടെ കൈക്ക് ഇങ്ങനെ അസുഖം ഉണ്ടായപ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചെങ്ങന്നൂന്ന് പറഞ്ഞു വിട്ടു, അവിടുന്ന് മാവേലിക്കരയ്ക്ക് വിട്ടു, അവിടുന്ന് നമ്മളെ കോട്ടയത്ത് വിട്ടു. ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു. അങ്ങനെ ഇരിക്കലേ അച്ചാച്ചൻ്റെ കൂട്ടുകാരനെ അച്ചാച്ചൻ വിളിച്ചു, ഈ ആലായിലുള്ള അജി എന്ന് പറഞ്ഞ കൂട്ടുകാരനെ. പെട്ടെന്ന് വണ്ടിയും കൊണ്ട് വന്ന് ഉടനെ തന്നെ അമ്മയും ദാസപ്പനും അച്ഛനും കൂടെ അതിൽ കയറി ഞങ്ങൾ കോട്ടയത്ത് പോയി. ഭയങ്കര മഴയായിരുന്നു. മഴയത്തും ആ അജി നല്ലപോലെ സ്പീഡിൽ വണ്ടി എടുത്തു. അതുപോലെയുള്ള അതിവേദനയായിരുന്നു എനിക്ക്. അപ്പോൾ ഞങ്ങളൊരു കാറ് വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ആഗ്രഹം, കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. പക്ഷേ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് സുഖമില്ലായിരുന്ന 1-2 അവസരങ്ങളിൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമ്മളെ സഹായിച്ചത് എൻ്റെ ഒരു കൂട്ടുകാരൻ അജി, കണ്ണൻ്റെ കൂട്ടുകാരനെ രാഹുൽ വീട്ടിൽ അമ്മയെ കാണാൻ വന്നതാണ്. അവനെ കാണാനും അമ്മയെ കാണാനും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അമ്മയ്ക്ക് അന്നും ഒരു അസുഖം കൂടുതലായപ്പോഴത്തേക്കിനും പിന്നെ നമുക്ക് നമ്മുടെ ആ ഒരു കഷ്ടപ്പാട് കണ്ടപ്പോഴത്തേനും പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്താൽ എന്നാൽ ഈ കാറിൽ പോകും, ബസ്സിലും ട്രെയിനിലൊന്നും പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അങ്ങനെ കാറ് വരെ തന്ന് പോയിട്ടുണ്ട്. അതുപോലെ ഡിസ്ചാർജ് ആയിട്ട് വരുമ്പോഴും മുത്തണ്ണന് അവരുടെ കൂട്ടുകാരന് അവരും നമ്മളെ സഹായിച്ചിട്ടുണ്ട്, വണ്ടി തന്നു. അപ്പം അതൊക്കെ നമ്മുടെ ആ ഒരു ഘട്ടത്തിൽ. അപ്പോൾ അതുപോലെ എൻ്റെ കൂട്ടുകാർ CA2 യൂണിയനിൽ പെടുന്നവർ പോലും നമ്മളെ പിന്നെ സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ പിന്നെ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നതിന് ശേഷം എല്ലാ ആഴ്ചയിലും ചെക്കപ്പിന് പോകണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 3-4 മാസം അടുപ്പിച്ച് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ വീതം പോകണമായിരുന്നു. അന്നെല്ലാം നമ്മൾ റെൻറ്റിന് കാർ എടുത്താണ് പോകുന്നത്. അന്ന് ബസ്സിലോ ട്രെയിനിലോ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ അന്നും നമ്മൾ പൈസ ഇല്ലാഞ്ഞിട്ട് പോലും നമ്മൾ വണ്ടി വാടകയ്ക്ക് എടുത്താണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്, നമുക്കൊരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങിച്ചിരുന്നെങ്കിൽ ആ സമയത്ത് ഇതുപോലെ നമുക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് നമുക്ക് ഉപകാരപ്പെടുമായിരുന്നു. പക്ഷേ ഇന്നത് സഫലമായിരിക്കുകയാണ്. എല്ലാവരുടെയും ഭാഗ്യം കൊണ്ടും എല്ലാവരുടെയും ആഗ്രഹവും കൊണ്ടും
അത് ഈശ്വരൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും സഹായം കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെ സപ്പോർട്ടും സഹായം ഉണ്ടാകണം. KDN കമ്പനിയുടെ നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് അഭിപ്രായം കമൻറ്റുകളും എല്ലാം ഇടുക. അപ്പം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നമസ്കാരം.